അല്ല, എന്ത് ജോലി ചെയ്തിട്ട് ഇത്രയും പണം കിട്ടിയത്? ഈ പണം ഇവിടെ ആർക്കും വേണ്ട. ഇതേ മോൻ തന്നെ വെച്ചേക്ക്. വിനുവേട്ടൻ പോയ പിന്നെ അച്ഛമ്മയെ നോക്കാൻ ആരാ ഉള്ളത്? അച്ഛമ്മയെ നന്നായി നമ്മൾ നോക്കണമെന്ന് വിനുവേട്ടൻ പറയുന്ന. വിനുവേട്ടൻ മടങ്ങി വരുമ്പോ അച്ഛമ്മ വടിയും കൊണ്ട് വിനുവേട്ടനെ തല്ലാനിട്ട് ഓടിക്കണോ അത്രേ. അതൊന്നും ഹരിതയെ ഓർമ്മിപ്പിക്കരുത്. അവൾ അതെല്ലാം മറക്കാൻ ശ്രമിച്ചോണ്ടിരിക്കുക. അല്ല, ഞാൻ ചോദിച്ചതിന് ഉത്തരം കിട്ടിയില്ല. ഇത്രയും കാശ് എവിടുന്നാ? നാത്തൂൻ എന്തായി പറയുന്നേ? ഒരാള് പൈസ കൊണ്ടു തരുമ്പം സന്തോഷത്തോടെ അത് വാങ്ങുന്നതിന് പകരം ചോദ്യം ചെയ്യുന്നോ? കൂലിപ്പണി ചെയ്ത് ഇത്രയും പൈസ ഉണ്ടാക്കാൻ പറ്റില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വിനു, ഏട്ടത്തി എന്നാൽ അമ്മ എന്ന അർത്ഥം. അമ്മ എന്ന അധികാരത്തിൽ ചോദിക്കുക. ഈ നിൽക്കുന്ന അച്ഛനും അമ്മയ്ക്കും വേണ്ടി ജീവൻ വരെ കൊടുക്കാൻ മടിക്കില്ലെന്നറിയാം. എന്നാലും ആർക്കെങ്കിലും വൃക്കയോ കരളോ കൊടുക്കാമെന്ന് പറഞ്ഞ് അഡ്വാൻസ് വാങ്ങിച്ചതാണോ ഈ പണം? എന്റെ നാത്തൂനെ, അങ്ങനെ ആയാൽ തന്നെ അതിലെന്താ കുഴപ്പം? അല്ലെങ്കിൽ തന്നെ ഇവനെ പോലെ ഒരുത്തൻ ഈ വൃക്കയും കരളും ഒക്കെ ഇങ്ങനെ വെറുതെ കൊണ്ടു നടന്നിട്ട് എന്ത് ചെയ്യാനാ? ഇനി വല്ലതും ഉണ്ടെങ്കിൽ അതും കൂടി കൊടുത്തിട്ട് കിട്ടുന്ന കാശിന് കൊണ്ടുവരട്ടെ. മിണ്ടരുത്. മിണ്ടിയ പല്ലടിച്ച് ഞാൻ നിലത്തിടും. ഒരമ്മയും പറയാൻ പാടില്ലാത്തതാ ഞാൻ പറയുന്നത്. എന്റെ വർഷങ്ങൾക്ക് പകരം ഈ നാശം പിടിച്ചവളങ്ങ് തൊലഞ്ഞാൽ മതിയായിരുന്നു. ഹരിതേ, ഇവളെന്നെ അടിച്ചു. സുചിത്രയെ അടിക്കാൻ ഒരു നിമിഷം വൈകിരുന്നെങ്കിലേ എന്റെ കൈ നിങ്ങളുടെ കരണത്ത് പതിഞ്ഞേനെ. വിനുവേട്ടൻ ആരോരും ഇല്ലാത്തവനും ചില കുറവുകളുള്ള ആളായിരിക്കാം. പക്ഷേ നിങ്ങളെ പോലെ ശരീരം മുഴുവനും വിഷം കുത്തിവെച്ച് നടക്കുന്ന ആളല്ല.